ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരീസ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ക്രഷ് കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൺമണിയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ എന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കി കൺമണി എന്ന് പറയുന്നു. എനിക്ക് നിങ്ങളെ പരിചയമില്ല. എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ ഞാൻ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ? എനിക്കിഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായിരുന്നു ക്രിസ് സാർ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു അപരൻ എന്ന നിലയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിലൊക്കെ കൺമണി കൃഷ്ണനോട് സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃഷ് വല്ലാണ്ടാവുന്നുണ്ട്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണുന്നില്ല. അങ്ങനെ അയാളോട് ചെന്ന് പറഞ്ഞേക്ക്. ഇനി അയാളുടെ സൗണ്ട് പോലും എനിക്ക് കേൾക്കണമെന്നില്ല. ആത്മാർത്ഥമായി പ്രണയിച്ചിട്ടുള്ള എനിക്ക് തിരിച്ച് മറുപടി ഇത് തന്നെയാണ് അയാൾ തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ അയാളും ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന രീതിയിലൊക്കെ കൃഷ്ണനോട് കൺമണി പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ധനലക്ഷ്മിയാണ് കാണിക്കുന്നത് കേട്ടോ. ധനലക്ഷ്മി വീട്ടിലേക്ക് കൺമണി വരുമ്പോഴത്തേനും നീ എങ്ങോട്ട് അഴിഞ്ഞാടാൻ പോയിരിക്കുവാടി? മറ്റുള്ളവരുടെ ജീവിതം എല്ലാം തന്നെ തകർത്തിട്ട് നീ എങ്ങോട്ട് നിരങ്ങാനായിട്ട് പോയിരിക്കുകയാണെന്ന് ചോദിക്കും. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് ഇപ്പോൾ എന്താ, ഏട്ടത്തിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ എൻ്റെ തോന്നിയ ഇഷ്ടത്തിന് പോവും. എന്താടി ആ ക്രിസ് സാറിനെ ഇറക്കി കൊണ്ടുവരാൻ പോയതാണോ? നീ ആരുടെയൊക്കെ ജീവിതമാണടി തകർത്തത് എന്ന് പറയുന്നു. പിന്നെ ഈ വീട്ടിൽ ഇനി അഴിഞ്ഞാട്ടൊന്നും നടക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഏട്ടത്തിയുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളിടത്ത് പോവും. അതിന് ഏട്ടത്തിയുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ നീ നിൻ്റെ തോന്നിവാസം പോലെ നടക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് പറയുന്നു. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി മേലെ ഇടപെടരുത് പറയുന്നു. അങ്ങനെ ഇടപെടേണ്ടി ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇടപെടും. നീ ഇതിനകത്ത് കയറണമെങ്കിൽ അത് എൻ്റെ അനുവാദം വേണമെന്ന് പറയുന്നു. ഞാൻ അതിനകത്ത് കയറും. ഇത് എൻ്റെയും കൂടി വീടാണ്, അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് വേണ്ടെന്ന് പറയുന്നു. എന്തു പറഞ്ഞിടി എന്ന് പറഞ്ഞ് കൺമണിയെ തല്ലാനായിട്ട് നോക്കുമ്പോഴത്തേനും തിരിച്ച് കൺമണിയാണ് കേട്ടോ ധനലക്ഷ്മിക്കിട്ട് അടിക്കുന്നത്. അങ്ങനെ ധനലക്ഷ്മി അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നെ കൊല്ലാൻ വന്നേ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അങ്ങനെ ഗോകുലും അച്ഛനും ഒക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. ഇവളെന്നെ തല്ലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ നിമിഷം തന്നെ എന്താ അമ്മേ പറ്റിയതെന്ന് പറയുന്നത്, നിൻ്റെ അപ്പ കണ്ടോ എന്നെ തല്ലി ചതയ്ക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ ഗോകുലിനോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ ധനലക്ഷ്മി. നിങ്ങളെ കൊല്ലും ഞാൻ, ഇപ്പം ഞാൻ തല്ലിയെന്നല്ലേ ഉള്ളൂ, പിന്നെ എന്നെ ഇനി ഉപദ്രവിക്കാനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. എല്ലാ അവസ്ഥയിലും തോറ്റു നിൽക്കുന്നവളാണ് ഞാൻ, എനിക്കിനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ ധനലക്ഷ്മി പോകുന്നു കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം തന്നെ ധനലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്, നിന്നെ ഞാൻ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നിൻ്റെ വിളഞ്ഞാട്ടമൊക്കെ നിർത്തിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഗോകുലും അതുപോലെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കെന്ന് ചോദിക്കുന്നു. എൻ്റെ അച്ഛ ഇനി ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്, എനിക്കിനി ഒന്നും വേണ്ട, എല്ലാം കൊണ്ട് തോറ്റു നിൽക്കുന്നവളാണ് ഞാൻ, എനിക്കിനി ഒന്നും നോക്കാനില്ല, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നു. ചേട്ടത്തി കുറേ കാലമായി തുടങ്ങിയിട്ട് അവർക്കിട്ട് മറുപടി ഇപ്പം തന്നെ കൊടുക്കണം പറഞ്ഞിട്ട് എന്നെ കൊടുത്തതെന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. മനുഷ്യൻ തന്നെ റൂമിലിരുന്നിട്ട് വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗോകുൽ അങ്ങോട്ട് വരുന്നത്. ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പേ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ക്രിസ് സാറിനെ കണ്ടോ? ക്രിസ് സാർ പുറത്തിറങ്ങിയോ ചോദിക്കുന്നു. ആരുടെ ക്രിസ് സാർ? അയാളുമായിട്ട് നമുക്കിനി യാതൊരു ബന്ധവുമില്ല, എന്താ അപ്പേ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിനക്കറിയോ, അയാളെ ഞാൻ പുറത്തിറക്കി, അയാളെ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ പുറത്തിറക്കിയത്. പക്ഷേ അതിൻ്റെ പുറകിൽ അയാൾ എന്നോട് ദേഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചത്. അയാളെ പുറത്തിറക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആരാണെങ്കിലും ശത്രു ആണെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ പുറത്തിറക്കാൻ ശ്രമിച്ചത്. അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ക്രിസ് സാറിനില്ല. എൻ്റെ ക്രിസ് സാർ മരിച്ചുപോയി, ഇത് മറ്റാരോ ആണ്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗോകുലിനോട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണി. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്ത് തന്നെ ശരിയല്ലേടാ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു തന്നെയാണ് ശരി, ഇനി ക്രിസ് സാറുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും വേണ്ട അപ്പേ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണിയെ കൃഷി വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇതാ ക്രിസ് സാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു, ഞാൻ എടുക്കാം അപ്പേ എന്ന് പറഞ്ഞിട്ട് ഗോകുലാണ് കേട്ടോ പിന്നെ സംസാരിക്കുന്നത്. എന്താ സാറിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു കേട്ടോ. എടാ എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആ കൃഷിയാണ്, എനിക്ക് മനസ്സിലായി, പക്ഷേ ഞങ്ങളുടെ ക്രിസ് സാർ ഇതല്ല, അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ അപ്പ പറഞ്ഞതുപോലെ എന്താ വിചാരിച്ച സാറിന് എന്തും പറയാനുള്ള ഒരു ഉപകരണം മാത്രമാണോ എൻ്റെ അപ്പ? അപ്പയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലയെന്ന് സാർ വിചാരിക്കേണ്ട, എൻ്റെ അപ്പയ്ക്ക് ഞാനുണ്ടെന്ന് പറയുന്നു. എന്താ ഗൂഗിളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാം കേട്ടോ. എന്ത് പറയണം, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും ത്യാഗങ്ങളൊക്കെ ചെയ്തത്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല, എൻ്റെ അപ്പയെ കിട്ടാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്നൊക്കെ ഗോകുൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതിന് കൃഷ്ണൻ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പയെ ഇനി വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കരുത്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു.
അതിനുശേഷം തന്നെ കൺമണി നമ്മുടെ ഗോകുലിനോട് പറയുന്നുണ്ട്, മോനെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ നീ ഉണ്ടല്ലോ എന്ന് പറയുന്നു. എൻ്റെ അപ്പയ്ക്ക് വേണ്ടി ഞാൻ തന്നെയല്ലേ ഉള്ളത്, അപ്പയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇനി ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന ദേവജിയാണ്. ദേവജിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ കൃഷ്. അതിനുശേഷം ദേവജി പറയുന്നുണ്ട്, കൺമണി കാണിച്ചത് വളരെയധികം മോശമായി. ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ അവൾ കാണിച്ചത് മോശമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, അവൾ നിനക്ക് നല്ല തല്ല് കൊടുക്കും, നിൻ്റെ ചെവിക്കല്ല് നോക്കി നണ്ട് പൊട്ടിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നു കേട്ടോ. എന്താ ദേവ്ജി പറയുന്നത്? പിന്നെ ആ പെൺകുട്ടി നിനക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്തടാ, നീ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. കുറേ താടിയും നല്ല ഹാൻഡ്സമായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. പെണ്ണിൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ അവനൊരു ആണായിട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു കേട്ടോ. ദേവ്ജി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്ത് ചെയ്യാനാണ്, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് അവളെ കിട്ടാൻ യോഗ്യതയില്ല, അതുകൊണ്ട് മാത്രമാണ് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിലൊന്നും നീ എപ്പോഴും ഓരോ കാര്യം പറഞ്ഞിട്ടാണല്ലോ അവളുമായിട്ട് വഴക്ക് കൂടുന്നത്. സ്നേഹിക്കുന്നതിന് പകരം നീ എപ്പോഴും അവളുമായിട്ട് പിരിയാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ദേവ്ജി അവളെ അടുപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്ന് പറയുന്നു. ഒരു മാർഗ്ഗവും ഇല്ല, അതൊക്കെ തന്നെത്താൻ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി, എന്നെ ഈ കാര്യത്തിൽ ഒന്നും ഇടപെടുത്താൻ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ് അടുത്തുനിന്ന് നമ്മുടെ പോവാട്ടോ ദേവ്ജി. അതിനുശേഷം തന്നെ മാനസ് അങ്ങോട്ട് വരുന്നു. കൃഷ് 2 ദിവസമായിട്ട് എങ്ങോട്ട് പോയതായിരുന്നു ചോദിക്കുന്നു. ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താടി എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. കൃഷ് ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ, പിന്നെ എനിക്ക് നിന്നെ മനസ്സിലായില്ല, നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാനും പോകണ്ട, പിന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട, അതിനി ഏത് കൊമ്പത്തുള്ളവളാണെങ്കിലും ഒരിക്കലും ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. കൃഷി എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് മാനസിക ആകെ അപമാനമായിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും എൻ്റെ കാര്യത്തിൽ നീ ഇപ്പോൾ ഇടപെടാൻ വരണ്ട എന്ന രീതിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം തന്നെ കൃഷ്ണ അങ്ങോട്ട് പോകുന്നു. മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നീട് കാണിക്കുന്നത് ധനലക്ഷ്മിയാണ് കേട്ടോ. ധനലക്ഷ്മി അവിടെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും ഗോകുലും വന്ന് സംസാരിക്കുന്നു. മോളെ ഈ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇനി ആരും എന്നെ തടുക്കാനോ എതിർക്കാനോ ഒന്നും വരേണ്ട ആവശ്യമില്ല, എനിക്ക് അവളെ പിടിച്ച് ജയിലാക്കണം, എന്നെ വെറുതെ തല്ലിയവളല്ലേ, ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു, ഇപ്പോഴത്തേന് അനിരുദ്ധൻ സാർ വരും, അവളെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകും, അതിനെ നിൽക്കുകയാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കൺമണി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നെ നിങ്ങൾ പോലീസിൽ പിടിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. നിന്നെ പിടിപ്പിക്കടി എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് വീണ്ടും നമ്മുടെ വത്സലാമ്മയുടെ ആട്ടോ വരുന്നത്. മേഡം വരുന്ന സമയത്ത് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ പോലീസ് ജീപ്പ് കൊടുത്തില്ലേ മേഡം എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അത് പോലീസ് ജീപ്പൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ അവിടുത്തെ പ്രശ്നം എന്ന് പറയുമെന്ന് പറയുന്നു. എന്നെ ഇവള് വലിച്ചിട്ട് തല്ലി, എന്നെ കണ്ടോ, എൻ്റെ മുഖം കണ്ടോ, പാട് കണ്ടോ, ഇവളെന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ ഇവളുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നതുകൊണ്ട് ഇവൾക്ക് എന്നെ അത്ര ഇഷ്ടമല്ല, പക്ഷെ ഞാൻ അവളുടെ ഏട്ടത്തിയല്ലേ, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കല്ലേ, എന്നോട് മയത്തിലൊക്കെ അവൾക്ക് പെരുമാറിക്കൂടെ. മാത്രമല്ല ഞാൻ പറഞ്ഞു, മോളെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നിൽക്കുന്നത്, നീ വെറുതെ അവനാൻ്റെ പാട് നോക്കി നിന്നാൽ മതിയല്ലോ, നിനക്ക് ഞാനൊരു കുറവിവിടെ വരുത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെന്നെ തല്ലാൻ നോക്കി, എന്നെ തല്ലി എന്നെ അടിക്കുകയൊക്കെ ചെയ്തു, എന്നെ ആകെ ഉപദ്രവിച്ച് മേലാകെ പാട് വന്നു, ഇവരൊക്കെ ഇതിന് സാക്ഷിയാണ് മേഡം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വത്സല മേഡം പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോ ധനലക്ഷ്മിയെ അടിക്കുന്നത്, ഗോകുലും അച്ഛനും ആണെങ്കിലോ പറയുന്നത് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇവരാരും കണ്ടിട്ടില്ലേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇവരൊക്കെ കണ്ടവരൊക്കെ കള്ളം പറയുകയാണ് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ധനലക്ഷ്മി അവരുടെ എല്ലാവരോടായിട്ട് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. രാത്രി ഒരു പ്രമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.